വളരെ പ്രധാനപ്പെട്ട രണ്ട് ബില്ലുകൾ ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതും അതേസമയം ഇപ്പോഴത്തെ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളും വല്ലാതെ ഭയക്കുന്നതുമായ രണ്ട് ബില്ലുകൾ. വൺ നേഷൻ വൺ ഇലക്ഷൻ ബിൽ, അതാണ് ഒരു കാര്യം. അതായത് സംസ്ഥാന നിയമസഭകളിലെയും ലോക്സഭയിലെയും തിരഞ്ഞെടുപ്പ് സമാന്തരമായി ഒരേ സമയത്ത് തന്നെ നടക്കുക. അടിക്കടി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ്, അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ചില സംസ്ഥാന തിരഞ്ഞെടുപ്പ്, കുറച്ച് സംസ്ഥാനങ്ങൾ പിന്നീട്, അങ്ങനെ പല പല ഘട്ടങ്ങളായി തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഒഴിവാക്കി സഭകളുടെ കാലാവധിയെല്ലാം വൺ ടൈം ഒന്ന് നിജപ്പെടുത്തിയതിനു ശേഷം 2029 ആകുമ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ എല്ലാ നിയമസഭാ തിരഞ്ഞെടുപ്പുകളും നടത്താനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു ചിന്ത. അതിൻ്റെ മെച്ചം എന്താണ്? അതിൻ്റെ മെച്ചം, മുഖ്യ കക്ഷി ഇപ്പോൾ നിലവിൽ ഡിഫാക്ടോ BJP തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി എന്നോർക്കണം. BJPക്ക് ഫണ്ട്സ് പുളപ്പ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും അതിഭയങ്കരമായ സംഘടനാ സംവിധാനം ചലിപ്പിക്കാൻ കഴിയും. ലീഡർഷിപ്പ്, അത് നരേന്ദ്രമോദിയെങ്കിൽ അദ്ദേഹം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുതിയ ആളെങ്കിൽ അദ്ദേഹം, ആ രീതിയിൽ മൊബിലൈസ് ചെയ്ത് കൊണ്ടുവന്ന് ഉദ്ദേശിക്കുന്ന ഫണ്ടുകൾ, പല രീതിയിലും ഫണ്ടുകൾ കേന്ദ്രത്തിലേക്ക് സംസ്ഥാനത്തേക്കും ഭരണകക്ഷി എന്ന നിലയിൽ ഫണ്ടുകൾ കുമിഞ്ഞുകൂടും. ഇതിൻ്റെ എല്ലാം അഡ്വാൻറ്റേജ് വൺ നേഷൻ വൺ ഇലക്ഷൻ നടത്തിയാൽ BJPക്ക് ലഭിക്കും എന്നതാണ് പൊതുവെയുള്ള ധാരണ. അതല്ലാതെ ചിന്തിക്കുന്നവർ ക്ഷമിക്കുക, അങ്ങനെയാണ് പൊതുവെയുള്ള ധാരണ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് ഒരു ബില്ല്. രണ്ടാമത്തെ ബില്ലെന്ന് പറയുന്നത് അതിനേക്കാൾ ദുർഘടമായ ഒന്നാണ്. അതിനേക്കാൾ ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമായ ബില്ലാണ്. ഇന്ത്യയുടെ ജനസംഖ്യ ആനുപാതികമായി നിയോജക മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ പുനഃസംഘടിപ്പിക്കണം. അപ്പോൾ ജനസംഖ്യ കൂടിയ സംസ്ഥാനങ്ങളിൽ കൂടുതൽ, ഈ കഴിഞ്ഞ ഒരു ഫ്രോസൺ അവസ്ഥയിലാണ് 1971 മുതൽ. പിന്നീട് ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ് നടന്നിട്ടില്ല ആ രൂപത്തിൽ. ചില മണ്ഡലങ്ങളുടെ അതിർവരമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നല്ലാതെ കേരളത്തിലെ 20 ലോക്സഭാ അംഗങ്ങൾ എക്കാലത്തും, ഈ കഴിഞ്ഞ ഒരു 5 പതിറ്റാണ്ടായി 20 തന്നെയാണ്. തമിഴ്നാട്ടിലെ 39 എന്നതിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഉത്തർപ്രദേശിലെ 85, അത് 5 ഉത്തരാഖണ്ഡ് മാറിപ്പോയപ്പോൾ 5 പോയി, ഇപ്പോൾ 80, അതിലും ഒരു മാറ്റവും വന്നിട്ടില്ല. അതെല്ലാം മാറും. ജനസംഖ്യ ആനുപാതികമായി നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം ക്രമീകരിച്ചാൽ അതിനർത്ഥം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വലിയ ജനസംഖ്യ വർധനമുണ്ടായി. ജനസംഖ്യ നിയന്ത്രണം പാലിച്ച തമിഴ്നാട്, കേരള സംസ്ഥാനങ്ങളിലൊക്കെ ജനസംഖ്യ അതുപോലെ തറച്ചു നിൽക്കുകയാണ്. അവിടുത്തെ സീറ്റുകൾ ലേശം കൂടുമായിരിക്കാം, പക്ഷേ ഡിസ്പ്രപ്പോർഷനേറ്റായി എണ്ണം കൂടും. അതായത് ഡിസ്പ്രപ്പോർഷനേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ എന്നേ അർത്ഥമുള്ളൂ. പക്ഷേ അത് ജനസംഖ്യ ആനുപാതികമായിരിക്കും. അത് ഫെഡറൽ പാരിറ്റിക്ക് നന്നാവുമോ? ഈ ചിന്ത ദക്ഷിണേന്ത്യയിൽ വളരെ വ്യാപകമാണ്. ഈ ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കാൻ ഒരു പരകായ പ്രവേശത്തിലൂടെ സർക്കാർ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്. വിമൻസ് റിസർവേഷൻ ബില്ലിനോടൊപ്പം ചേർത്തുകൊണ്ട് ഡീലിമിറ്റേഷൻ ബില്ല് കൊണ്ടുവന്നതും ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ ഒറ്റക്കെട്ടായി, DMK ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എതിർത്തതും നമ്മൾ കണ്ടതാണ്. ഇപ്പോഴിതാ സാഹചര്യം മാറിയിരിക്കുന്നു. ഇന്ത്യ മുന്നണിയിൽ വിള്ളലുകൾ വീണിരിക്കുന്നു. തിരഞ്ഞെടുപ്പാണ് പ്രധാനപ്പെട്ട വിഷയം. സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ. ബംഗാളിലെ മമതാ പാർട്ടി പ്രാക്ടിക്കലി പിളർന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 80 നിയമസഭാ സാമാജികരെ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. അതിൽ 60 പേരും ഒരു പ്രത്യേക ബ്ലോക്കായി ഇരുന്നു കൊണ്ട് അവർ യഥാർത്ഥ തൃണമൂലായി മാറിയിരിക്കുന്നു. മമതയോടൊപ്പമുള്ളവർ ന്യൂനപക്ഷമായി മാറിയിരിക്കുന്നു. ഭൂരിപക്ഷം വരുന്ന തൃണമൂലിലെ ആളുകൾ അവർ BJPയോടൊപ്പം ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്നു. അവരാണ് ബംഗാളിലെ മുഖ്യ പ്രതിപക്ഷം. മമത അല്ല എന്ന് ഓർക്കണം. മമത അവർക്കും താഴെയുള്ളൂ മമതയെ പിന്തുണയ്ക്കുന്ന MLA-മാരുടെ സ്ഥാനം. ഈ പറയുന്ന മമത പാർട്ടി, ആ പാർട്ടിക്ക്, അതായത് തൃണമൂൽ കോൺഗ്രസിന് ലോക്സഭയിൽ 29 അംഗങ്ങളുണ്ട്. അതിൽ 20 പേരുടെയും പിന്തുണ ഇപ്പോൾ മമതയ്ക്കല്ല. അവർ പ്രത്യേക ബ്ലോക്കായി ഇരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. അവരുടെ പിന്തുണ BJPക്കാണ്. അവരൊന്നുകിൽ BJPയിൽ ചേരും, അല്ല എങ്കിൽ പ്രത്യേക ബ്ലോക്കായി നിന്നുകൊണ്ട്, പ്രത്യേക പാർട്ടിയായി പിളർപ്പിനെ അതിജീവിച്ചുകൊണ്ട്. 29-ൽ 20 മാറി നിന്നാൽ പിളർപ്പ് ബാധകമാവില്ല. അവർക്കൊരു പ്രത്യേക ബ്ലോക്കായി നിന്നുകൊണ്ട് BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയും. ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ പിന്തുണക്കാരായി അവർ മാറും. ഞാൻ ആ നമ്പറിലേക്ക് വരാം. തമിഴ്നാട് കൂടെ പറഞ്ഞതിന് ശേഷം തമിഴ്നാട്ടിൽ എന്താണ് സംഭവിച്ചത്? അവിടെ തെരഞ്ഞെടുപ്പിൽ DMK പരാജയപ്പെട്ടു. തീർത്തും അങ്ങ് പരാജയപ്പെട്ടു എന്ന് പറയുന്നത് ശരിയല്ല. 59 സീറ്റ് കിട്ടി, 234, 59. അത് വലിയ വിജയമൊന്നും അല്ലല്ലോ, പരാജയം തന്നെയല്ലേ. DMKയിലും ഒരുപക്ഷെ
ഇന്ത്യ മുന്നണി വഞ്ചിച്ചു അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി വഞ്ചിച്ചു എന്ന ഒരു ചിന്തയുണ്ട്. ഒരുപക്ഷെ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനുള്ള DMKയുടെ തീരുമാനം വലിയ വെല്ലുവിളി തന്നെയാണ്. ആ ബ്ലോക്കായി ഇരുന്ന് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ BJP എല്ലാ കാര്യത്തിലും എതിർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് ചില കാര്യങ്ങളിൽ നിർണായകമായ നിയമനിർമ്മാണം വരുമ്പോൾ വേണ്ടി വന്നാൽ വിട്ടു നിന്നുകൊണ്ട് BJPയെ ഇൻഡയറക്ട്ലി സഹായിക്കാൻ സാധിക്കും. ആ രീതിയിൽ ചെയ്യുമെന്നല്ല അർത്ഥം. പ്രത്യേകിച്ച് ഈ നിയമസഭ ലോക്സഭ എണ്ണം പുനഃക്രമീകരിക്കുന്ന ഡെലിമിറ്റേഷൻ ബില്ലിലൊക്കെ DMK BJPക്ക് പിന്തുണ കൊടുത്താൽ DMKക്ക് ആത്മഹത്യാപരമായിരിക്കും, തമിഴ്നാടിന് ആത്മഹത്യാപരമായിരിക്കും. തമിഴ്നാടൊക്കെ നല്ല ഭംഗിയായി ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്ന സംസ്ഥാനങ്ങളാണ്. അവരുടെ ലോക്സഭ എണ്ണം കുറഞ്ഞു വന്നാൽ വിലപേശൽ ശക്തി, തമിഴ്നാടിൻ്റെ വിലപേശൽ ശക്തി DMK കാരണം കുറഞ്ഞു വന്നാൽ അത് ദോഷം തന്നെയാണ്. അതേപോലെ തന്നെ DMKക്ക് അംഗങ്ങളുണ്ട്, 9 രാജ്യസഭാ അംഗങ്ങളുണ്ട്, 22 ലോക്സഭാ അംഗങ്ങളുണ്ട്. അത് നിർണായകമാകുന്നു. ഇനി നമുക്ക് നമ്പേഴ്സിലേക്ക് കൂടി ഒന്ന് നോക്കാം. BJP എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം ഉണ്ട് എങ്കിൽ പോലും എന്തിന് ഇന്ത്യ മുന്നണി കക്ഷികളെ പിളർത്തിയെടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ നേടാനോ ഇപ്പോൾ ശ്രമിക്കുന്നു? അത് ഭരണം നിലനിർത്താൻ വേണ്ടിയല്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ചില ഇമ്പോർട്ടൻ്റ് ലെജിസ്ലേഷൻ പുഷ് ചെയ്യണമെങ്കിൽ പാർലമെന്റിലെ 2 മണ്ഡലങ്ങളിലും 3/2 ഭൂരിപക്ഷം ആവശ്യമാണ് എന്നതുകൊണ്ട് മാത്രമാണ്. ഇനി അംഗസംഖ്യ നോക്കൂ. പാർലമെന്റിൽ ലോക്സഭയിൽ 2 മണ്ഡലമാണല്ലോ, അധോ മണ്ഡലമായ ലോക്സഭ പ്രധാനപ്പെട്ട മണ്ഡലമാണ്. 543 അംഗങ്ങളാണ്. ഇപ്പോൾ 540 പേര് മാത്രമേ നിലവിലുള്ളൂ. 3 വേക്കൻസികൾ അവിടെയുണ്ട്. ഈ 540-ൽ കേവല ഭൂരിപക്ഷം 273 അത് BJPക്ക് ഒറ്റയ്ക്കില്ല എന്ന് ഓർക്കണം. BJPക്ക് ഒറ്റയ്ക്കുള്ള സീറ്റുകൾ 240 മാത്രമാണ്. അപ്പോൾ ഇവിടെ 273 ഒപ്പിക്കാൻ ഘടകകക്ഷികളുടെ പിന്തുണ വേണ്ടി വന്നു. 2 കക്ഷികൾ പുതിയതായി BJP മുന്നണിയിൽ, പുതിയതായി എന്ന് പറയാൻ ആവശ്യമില്ല, ഈ ടാക്ടിക്കൽ പിന്തുണയോടുകൂടി ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവിൻ്റെയും ബീഹാറിലെ ജനതാദൾ യുണൈറ്റഡിൻ്റെ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെയും പിന്തുണയോടുകൂടിയാണ് റിക്വയർഡ് നമ്പർ തികച്ചത്. 293 ഉണ്ട് ഇപ്പോൾ നിലവിൽ. അതായത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടതിനേക്കാൾ 20 സീറ്റ് കൂടുതൽ NDAക്ക് ആകമാനം. BJPക്ക് മാത്രമതില്ല, NDAക്ക് ആകമാനം. ഇനി അവിടെ നിന്നും 3/2 ഭൂരിപക്ഷമായ 360-ലേക്ക് എത്തണമെങ്കിൽ എന്തൊക്കെ വേണ്ടിവരും? മമതാ ബാനർജിയുടെ പാർട്ടിയുടെ 20 ലോക്സഭാ അംഗങ്ങൾ BJPയിലേക്ക് ചേരുന്നു എന്നല്ലെങ്കിൽ BJP പക്ഷത്തേക്ക് NDAയിലേക്ക് ചേരുന്നുവെങ്കിൽ ആ 20 കൂടെ ചേർത്താൽ 293 അധികം 20 313 സീറ്റുകളായി. അതുപോലല്ലോ 360 എത്തിച്ചു നിർത്തണമെങ്കിൽ പിന്നീടുള്ള സാധ്യത ഏതെങ്കിലും കാരണവശാൽ DMKയുടെ 22 ലോക്സഭാ സാമാജികർ അവർ നേരിട്ട് NDAക്ക് കൈകൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ NDAയുമായി DMK സംസാരിച്ചു എന്ന റിപ്പോർട്ടുകൾ ഏറ്റവും വൈകി പുറത്തു വരുന്നു. എന്താണ് സംസാരത്തിൻ്റെ ഇതിവൃത്തം എന്നറിയില്ല. അപ്പോൾ സാങ്കേതികമായി ഈ കക്ഷി വിട്ടുനിൽക്കുന്നു. അല്ലെങ്കിൽ ടാക്ടിക്കലായി ചില കാര്യങ്ങളിൽ മാത്രം, ഈ പ്രശ്നാധിഷ്ഠിതമായി ചില കാര്യങ്ങളിൽ മാത്രം, BJP ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ മാത്രം ഒരു പക്ഷേ പിന്തുണ നൽകുന്നു. ഈ ഇടിയെ ഉപയോഗിച്ച് അവരുടെ MPമാരെയും നേതൃത്വത്തെയും ഒക്കെ ബുദ്ധിമുട്ടിലാക്കാൻ കഴിയും. സംസ്ഥാനത്ത് പോലും അധികാരമില്ല എന്ന് ഓർക്കണം DMKക്ക്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല. 12 പേർ, 12 MPമാർ, ലോക്സഭയിലെ 12 MPമാർ ഒരു പ്രത്യേക മുന്നണിയിലെ ഭാഗമല്ല. അവർ NDA മുന്നണിയിലേക്ക് സ്വാംശീകരിക്കപ്പെടാനാണ്. എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അൺഅറ്റാച്ച്ഡ് മെമ്പേഴ്സിന് ഇൻകംബൻസിയുടെ ഒരു വാലായി നിൽക്കാനാണ് പലപ്പോഴും യോഗം. അവർക്ക് ഒരുപാട് ഓഫേഴ്സ് കൊടുത്ത് കൂടെ നിർത്താൻ കഴിയും. അപ്പം ഇതും ഒരു സാധ്യതയാണ്, ഇല്ല എന്ന് പറയാനാവില്ല, സാധ്യതയാണ്. അപ്പോഴും ഏതാണ്ട് 349 സീറ്റിലേ വരുന്നുള്ളൂ. പിന്നീട് ചില വിട്ടുനിൽക്കലുകൾ, ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾ പെട്ടെന്ന് ആ സമ്മേളനം വരുമ്പോൾ അങ്ങോട്ട് വിട്ടുനിൽക്കും. അത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന ആകാം. ആത്യന്തികമായി അതൊരു ഹിന്ദുത്വ പാർട്ടി തന്നെയാണല്ലോ, ഹിന്ദു റൈറ്റ് വിങ് പാർട്ടി തന്നെയാണല്ലോ, പ്രാദേശിക കക്ഷിയാണ്, BJPയുമായി മുൻപ് ചേർന്ന് നിന്ന കക്ഷിയാണ്. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്കും ഷിൻഡെയുടെ ശിവസേനയ്ക്കും യോജിച്ചു കൂടായികയൊന്നുമില്ലല്ലോ. ശരത് പവാറിൻ്റെ NCPക്കും അജിത് പവാറിൻ്റെ NCPക്കും യോജിച്ചു കൂടായികയൊന്നുമില്ലല്ലോ. അപ്പം മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഇതര ഘടകകക്ഷികൾ ചില സമയം ഒരുപക്ഷെ മാറി ചവിട്ടിയാൽ ഒരു അത്ഭുതവും അതിൽ കാണേണ്ടതില്ല. അങ്ങനെ ഒന്നുകിൽ വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ NDA മുന്നണിയുടെ ഭാഗമായി മാറുക. അതുമല്ലെങ്കിൽ ടാക്ടിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ 360 എന്ന മാജിക് നമ്പർ
ലോക്സഭയിൽ എത്തിച്ചു നിർത്തുക പോസിബിൾ ആണ്, ഇംപോസിബിൾ അല്ല. രണ്ടാമത്തെ സഭ രാജ്യസഭ, ഉപരിസഭയായ രാജ്യസഭയിൽ 250 അംഗങ്ങൾ. അവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ട 123 പേരാണ്. പക്ഷേ 3/2 ഭൂരിപക്ഷം വേണമെങ്കിൽ ഇപ്പോൾ BJP ഏതാണ് 106-107 സീറ്റുകളേ ഉള്ളൂ. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസിൽ നിന്നും കുറേ പേര് വിട്ടുവന്നവർ വന്നേക്കാം. ഇനി ഒരു പാർട്ടി ഓൾറെഡി ചേർന്ന് കഴിഞ്ഞല്ലോ, അത് ആം ആദ്മി പാർട്ടിയുടെ 7, അത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു, ഇപ്പോഴല്ല. ഇപ്പോൾ ആം ആദ്മി പാർട്ടി ലേശം മാറി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ ഇന്ത്യ മുന്നണി സമ്മേളനത്തിൽ ആം ആദ്മി പാർട്ടി പങ്കെടുത്തിട്ടില്ല. അവരുടേതായ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അവരുടെ 7 MPമാർ BJPയിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ BJPയുടെ അംഗസംഖ്യ കൂടിക്കഴിഞ്ഞു, ഓൾറെഡി കൂടിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ 2 കക്ഷികൾ DMKയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ചില കക്ഷികളുടെയും പിന്തുണ ഉണ്ടെങ്കിൽ രാജ്യസഭയിലും 164 എന്ന 3/2 ഭൂരിപക്ഷം എത്തുന്നത് അസാധ്യമല്ല. ചില വിട്ടുനിൽക്കലുകളും ഉണ്ടാവും. അതുകൊണ്ട് ഇന്ത്യ മുന്നണി ഭയക്കുന്ന, കോൺഗ്രസ് പാർട്ടി ഭയക്കുന്ന, പല പ്രാദേശിക കക്ഷികളും ഭയക്കുന്ന നിർണായകമായ നിയമനിർമ്മാണം നടത്താൻ ഒരു പക്ഷേ BJP ഈ വർഷകാല സമ്മേളനത്തിൽ തുനിഞ്ഞിറങ്ങിയാൽ അത്ഭുതപ്പെടില്ല. ഒരു പക്ഷേ എൻ്റെ ഒരു ചിന്ത ഈ വർഷകാല സമ്മേളനത്തിലല്ല, കുറച്ചുകൂടി സ്ഥിതിഗതികൾ ഗാൽവനൈസ് ചെയ്യപ്പെട്ടാൽ, BJPക്ക് അനുകൂലമായി ഗാൽവനൈസ് ചെയ്യപ്പെട്ടാൽ അവരത് ശ്രമിക്കും. 2029 തെരഞ്ഞെടുപ്പിൽ ഒറ്റ രാജ്യം, ഒറ്റ തെരഞ്ഞെടുപ്പ്, സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലും അതേപോലെ തന്നെ ഡീലിമിറ്റേഷൻ നടത്തി വൻപൻ മേധാവിത്വം BJPക്ക് ലഭിക്കത്തക്ക രീതിയിൽ വടക്കേ ഇന്ത്യയിലാണല്ലോ പിന്തുണ. അല്ലെങ്കിൽ പിന്നെ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ വടക്കേ ഇന്ത്യയിൽ കാര്യമായ വേരോട്ടം ഈ അടുത്ത 3 വർഷത്തിനുള്ളിൽ നേടിയെടുക്കണം. അതിനുള്ള സാധ്യതയൊന്നും ഇപ്പോൾ കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇറ്റ് ഇസ് എ വിൻ-വിൻ സിറ്റുവേഷൻ ഫോർ BJP ആൻഡ് NDA unless India front stand united and think out of the box, out of the ordinary thinking. ഇതുണ്ടായില്ല എങ്കിൽ ഇത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഭൂരിപക്ഷം ലഭിച്ച് 3/2 ഭൂരിപക്ഷം ലഭിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നേടിയെടുക്കുക എന്നത്. പിന്നീട് മാറി തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ലെങ്കിൽ പോലും തട്ടിക്കൂട്ടി പ്രതിപക്ഷത്തുനിന്ന് ജയിച്ചു വന്നവരെ ചേർത്ത് ഒരു പക്ഷേ ഭൂരിപക്ഷം തികച്ചെടുക്കുന്ന ഒരു എക്സസൈസ്, അത് നമ്മൾ 90കളിലും 2000കളിലും കണ്ടു. ഇപ്പോൾ അതൊന്നുമല്ല. വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരുമ്പോഴും 3/2 ഭൂരിപക്ഷമില്ല എങ്കിൽ പ്രതിപക്ഷ നിരകളെ പിളർത്തി പ്രതിപക്ഷത്തെ ആശയക്കുഴപ്പം പരമാവധി മുതലെടുത്തുകൊണ്ട് പെർപ്പച്വൽ വാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഘടകങ്ങൾ ഒഴുക്കാൻ ഉള്ള ബുദ്ധി വൈഭവം സംഘ് പരിവാറിൻ്റെ തന്ത്രജ്ഞന്മാർ നേടിയെടുത്തിരിക്കുന്നു. മോദി അമിത്ഷാ കൂട്ടുകെട്ടിനെ ഒരു കാരണവശാലും ഇന്ത്യ മുന്നണി വില കുറച്ച് കാണേണ്ടതില്ല. അവരിപ്പോഴും സജീവമാണ്. BJPക്കെതിരെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെയും ഉണ്ടായി വരുന്ന പ്രതിഷേധത്തിൻ്റെ പ്രയോജനമെടുക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയുന്നില്ല. പാർട്ടി പോലെയുള്ള പുതിയ പാർട്ടിയിലേക്ക് പോലും യുവജനങ്ങൾ ആകർഷിക്കപ്പെടുകയാണ്. ഇന്ത്യ മുന്നണിയിലേക്ക് വരേണ്ട ഭരണവിരുദ്ധ വികാരം പോലും പൂർണ്ണമായി സ്വാംശീകരിച്ചെടുക്കാൻ പടലപിണക്കങ്ങൾ കാരണം ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്ക് കഴിയുന്നില്ല. പരസ്പരം അമ്മനും തൊമ്മനും കളിക്കുകയാണ്. അവർ പരസ്പരം പാരവെച്ച് രസിക്കുകയാണ്. ആരാണ് വലിയേട്ടൻ എന്ന് സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്യുകയാണ്. എങ്ങനെ ഓരോ പാർട്ടിയെയും തള്ളിപ്പുറത്താക്കാം എന്നതിൽ ഗവേഷണം നടത്തുകയാണ് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ. നന്നാവുന്ന ലക്ഷണമില്ല. അവസാന അവസരം നൽകിയിരിക്കുകയാണ്. നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്, ദേശീയ കക്ഷിയായി നിലനിൽക്കാനുള്ള പോരാട്ടത്തിലാണ് CPM. ദേശീയ കക്ഷിയാണ്. പക്ഷേ അതെന്താണ്, രാജസ്ഥാനിൽ ഒരു ലോക്സഭാ സീറ്റ് ഉണ്ട് CPMന്. അത് കോൺഗ്രസിൻ്റെ വോട്ടോട് കൂടി അംറാ റാം അല്ലേ, അദ്ദേഹം ജയിച്ചു വന്നത് സിക്കാർ സീറ്റ്, അത് ജയിച്ചു വന്നത് കോൺഗ്രസിൻ്റെയും കൂടെ പിൻബലത്തിലാണ്. തമിഴ്നാട്ടിൽ 2 സീറ്റുണ്ട് CPMന്, 2 സീറ്റുണ്ട് CPIക്ക്. അപ്പോൾ ദേശീയ കക്ഷിയായി നിലനിൽക്കണമെങ്കിൽ നിശ്ചിത നമ്പർ സംസ്ഥാനത്ത് നിശ്ചിത വോട്ട് ഷെയറും സീറ്റും ഉണ്ടാവണം ലോക്സഭയിലും നിയമസഭയിലും. ഇതൊക്കെ സാധ്യമായത് എങ്ങനെയാണ്? DMKയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പിൻബലം തമിഴ്നാട്ടിൽ ഉണ്ടായില്ലേ CPMന്? അപ്പോൾ CPI ഇപ്പോൾ തന്നെ ദേശീയ കക്ഷി എന്ന നിലയിൽ നിന്നും പുറത്തായി കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഓരോ പാർട്ടിയും നിലനിൽപ്പിന് വേണ്ടി ഒരിടത്തും ഇടത് കക്ഷികൾ ഭരണത്തിലില്ല എന്ന് ഓർക്കണം. അപ്പോൾ ഇടത് കക്ഷികൾക്ക് എന്തെങ്കിലും സാധ്യത, ദേശീയ തലത്തിൽ പ്രസക്തി അവശേഷിക്കുന്നുവെങ്കിൽ കോൺഗ്രസിനെ അവിടെ ചേർത്ത് പിടിച്ചെങ്കിലേ പറ്റൂ. കേരളത്തിൽ പറ്റില്ല. അത് കോൺഗ്രസ് വിരുദ്ധ ഒരു രാഷ്ട്രീയമാണ് CPMന്, CPM വിരുദ്ധ രാഷ്ട്രീയമാണ് കോൺഗ്രസിൻ്റെ. അപ്പോൾ യോജിക്കാവുന്ന മേഖലകൾ കണ്ടെത്തി യോജിക്കുക. അതിനിടയിലാണ് BJP ബാന്ധവം കോൺഗ്രസും CPMും നിരന്തരം ആരോപിക്കുകയാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് പറയുകയാണ് എന്തുകൊണ്ട് CBI റെയ്ഡ് പിണറായി വിജയനെതിരെ നടക്കുന്നില്ല എന്ന്. ന്യായമായ ചോദ്യമാണ്. പക്ഷേ ചോദിക്കേണ്ടത് രാഹുൽ ഗാന്ധി അല്ല,
വേണുഗോപാൽ വേണമെങ്കിൽ ചോദിക്കട്ടെ, അത് കേന്ദ്രത്തിൻ്റെ ആളാണെങ്കിൽ പോലും. പക്ഷേ രാഹുൽ ഗാന്ധി CPM-ൻ്റെ കൂടെ പിന്തുണയുള്ള പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷത്തിൻ്റെ മൊത്തം നേതാവായി നിൽക്കുമ്പോൾ ജൂനിയർ പാർട്ട്നേഴ്സിനെ, ദേശീയ തലത്തിലെ ജൂനിയർ പാർട്ട്നേഴ്സിനെ സംസ്ഥാനത്ത് എന്തൊക്കെ ന്യായമായ കോസ് ആണെങ്കിലും അത് പറയുന്നത് ശരിയല്ല എന്നത് എൻ്റെ അഭിപ്രായം. തിരിച്ച് ഇതാദ്യം പറഞ്ഞു തുടങ്ങിയതാരാണ്? CPM ആണ്. BJP-യുടെ B ടീമാണ് കോൺഗ്രസ് എന്നാദ്യം വിളിച്ചു കൂവിയത് CPM ആണ്. അത് മറ്റൊരു നാണയത്തിൽ അവർ മറുപടി കൊടുത്തു ഈ രൂപത്തിൽ. CBI റെയ്ഡ് വരുന്നു. ആദ്യം പഠിക്കുന്നത് കോൺഗ്രസിനെയാണ്. CPM ആദ്യം പഠിക്കുന്നത് കോൺഗ്രസിനെയാണ്. BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാരല്ലേ CBI റെയ്ഡിനും അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ അന്വേഷണത്തിനും ഉത്തരവിട്ടത്? ഇതൊക്കെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിക്കുന്നത് കേന്ദ്ര സർക്കാരല്ലേ, BJP നയിക്കുന്ന സർക്കാരല്ലേ? അതിനും കോൺഗ്രസ് പടി കേൾക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. ഈ അന്തരീക്ഷം മാറണം. കേരളത്തിലെയും പിന്നെ ഒരു പരിധി വരെ പഞ്ചാബിലെയും ഡൽഹിയിലെയും മഹാരാഷ്ട്രയിലെയും മഹാരാഷ്ട്ര വിട്ടിട്ട് ബംഗാളിലെ രാഷ്ട്രീയം വ്യത്യസ്തമാണ്. അവിടെ എല്ലാം തന്നെ ഇന്ത്യ മുന്നണി കക്ഷികൾ പരസ്പരം മത്സരിക്കേണ്ടതുണ്ട്. അത് ആരോഗ്യപരമായി തന്നെ മത്സരിക്കുക. അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ BJP അനുവദിക്കാതിരിക്കുക വഴി കുറേയൊക്കെ അടിത്തറ വിപുലീകരിച്ചെടുക്കാൻ ഇന്ത്യ മുന്നണി കഴിയും. അല്ല എങ്കിൽ ഒരു മഹാപരീക്ഷണം വിജയിക്കുന്നു എന്ന് തോന്നിയ ഒരു മഹാപരീക്ഷണം അമ്പേ പരാജയമാണ്. ഈ നേരത്തെ പറഞ്ഞ നിർണായക നിയമനിർമ്മാണങ്ങൾ നടക്കും. അത് ഇന്ത്യ മുന്നണിയുടെ പരാജയ കാരണം, ഇന്ത്യ മുന്നണിയുടെ കെടുകാര്യസ്ഥതയും കെട്ടുറപ്പില്ലായ്മയും കാരണം മാത്രമായിരിക്കും. BJP-ക്ക് ഭൂരിപക്ഷമുള്ളത് കൊണ്ടല്ല, NDA-ക്ക് 3/2 ഭൂരിപക്ഷമുള്ളത് കൊണ്ടല്ല. വെള്ളിത്താലത്തിൽ വെച്ച് പ്രതിപക്ഷ കക്ഷികൾ അവരുടെ ഡിസ്യൂണിറ്റിയുടെ ഫലമായി നൽകുന്ന ഒരു ഔദാര്യവും ദാനവും ആയിരിക്കും. മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയാവും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഓർമ്മപ്പെടുത്തലോടുകൂടി അവസാനിപ്പിക്കട്ടെ.